ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കുഞ്ഞ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട് ഭഗവാനോട്, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. അപ്പം അവിടെ വെച്ചിട്ടാട്ടോ മോന് ഈ ഒരു അപകടം സംഭവിച്ചത്. ഞാനും മോനും അതുപോലെ മോളും കൂടെ പിന്നെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും കൂടെയാണ് താലപ്പൊലിക്ക് പോയത്. അങ്ങനെ എഴുന്നള്ളത്തും കഴിഞ്ഞ് പിന്നെ അവിടുത്തെ സ്റ്റേജ് ചെറുതായിട്ട് ചെറിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്റ്റേജ് പരിപാടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോവാൻ നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ ഈ അപകടം സംഭവിക്കുന്നത്. സ്റ്റേജ് പരിപാടിയൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ച് അതൊക്കെ കണ്ട് പിന്നെ അവിടുത്തെ ഭക്ഷണമൊക്കെ ഞാനും മോനും മോളൊക്കെ നല്ലപോലെ കഴിച്ച് ശേഷം പിന്നെ ഞങ്ങൾ പരിപാടി കാണാൻ വേണ്ടിയിട്ട് സ്റ്റേജിന് മുമ്പിലേക്ക് തന്നെ പോയി. അപ്പോൾ പിന്നെ ഒരു 10 മണിയൊക്കെ ആയിണ്ടാവും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വലിയ ഭംഗിയൊന്നുമില്ല കാണാൻ പ്രോഗ്രാമൊന്നും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ പോവല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഏട്ടനെ വിളിച്ച് ഞങ്ങൾ പോരാനിറങ്ങി. ആ ഒരു ടൈമിലാണ് വീടിൻ്റെ അടുത്തുള്ളൊരു ഏട്ടന് പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ ഈ ഒരു പാട്ടും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പോവാറുന്നു. അങ്ങനെ മക്കളും അതുപോലെ ഏട്ടനും കൂടെ ശർക്കര മുട്ടായി മേടിക്കുന്ന ആ ഒരു കടേൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം അത്ര വലിയൊരു താലപ്പൊലിയും കാര്യങ്ങളൊന്നുമല്ല. ആളുകളൊക്കെ ഒതുങ്ങി റോഡൊക്കെ ശാന്തമായി നിൽക്കുന്നൊരു സമയമാട്ടോ. ഞാനും തന്നെ മക്കളവിടെ സാധനങ്ങൾ മേടിക്കല്ലേ, കൂടെ ഒരച്ഛനുണ്ട്. അപ്പം ഞാൻ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്നുകൊണ്ട് പരിപാടി ആസ്വദിക്കുകയാണ്. അപ്പോഴാണ് ഞാനൊരു ഒച്ച കേട്ടത്, എന്താ ഏട്ടൻ്റെ എൻ്റെ കുട്ടി എന്നുള്ളൊരു ഒച്ച. അപ്പോൾ നോക്കുമ്പോഴാണ് ബൈക്ക് വന്ന് ഇടിച്ചതാട്ടോ. ഞങ്ങളെ കൂടെയല്ല ഞങ്ങളവിടുന്ന് പോകുന്ന എല്ലാവരും പോയിട്ടുണ്ട്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ പോവാനുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഒച്ച കേട്ടിട്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കണത്. അപ്പോൾ കിടക്കണത് കുട്ടീനെ വാരിയെടുത്ത് നിൽക്കണ ഏട്ടനെയാണ്. പിന്നെ ഇപ്പം എന്താ പറയുക, പിന്നെ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്തത്, ഒന്നും അറിയില്ല. മോളും കരയുക, ഏട്ടനും കരയുക, ഞാനും കരയുക. വണ്ടിയാണെങ്കിൽ ഇല്ല, ഫുള്ള് ബൈക്കുകളാണ്. ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബൈക്കാണ്. അതിൽ പിന്നെ കുറേ നിന്ന് കുറച്ചൊക്കെ നിന്നിട്ടുണ്ട്, വണ്ടിയിൽ കിട്ടേണ്ട പെട്ടെന്നുണ്ട്. അതിൽ പിന്നെ വീടിൻ്റെ അടുത്തുള്ള ഏട്ടൻ തന്നെ ഉണ്ട്. പിന്നെ വേഗം വീട് അടുത്ത് തന്നെയാണല്ലോ, അപ്പോൾ വേഗം പിന്നെ ഏട്ടനെ വിളിച്ചു. ആ ഏട്ടനെ വിളിച്ച് ഏട്ടന് വേഗം വണ്ടി കൊണ്ടുപോകാന്ന് ഞങ്ങൾ വേഗം അതിക്ക് കയറി. വിളിക്കാത്ത ദൈവങ്ങളില്ല, സത്യം പറയാലോ. നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു കാര്യം നടക്കുമ്പോൾ എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു കാര്യം മാത്രം അറിയാം, ഭഗവാൻ എന്നെ ഒരിക്കലും സങ്കടപ്പെടുത്തൂല എനിക്കറിയാം. കാരണം അത് അങ്ങനെയാണ്. കാരണം ഞാൻ വിളിക്കണ എൻ്റെ അച്ഛനും ഞാൻ ആരാധിക്കണ എൻ്റെ മഹാദേവനും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം എൻ്റെ കുഞ്ഞ് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ കണ്ണിൽ കൊള്ളേണ്ടത് പുരികത്തിൽ കൊണ്ടു, അങ്ങനെ ചൊല്ലില്ലേ, ആ ഒരു രീതിയിലാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് മതി. പിന്നെ ഒരു പോക്കട് പോയിട്ടുണ്ട്, ഞാനും എൻ്റെ മോളും ഏട്ടനും പിന്നെ ഞങ്ങളവിടുത്തെ ഏട്ടനും കൂടെ ഓട്ടോയിലൊരു പോക്കട് പോയിട്ടുണ്ട്. പക്ഷേ എന്താ അറിയില്ല, ബ്ലഡൊന്നും അത്ര തോനട് ഇല്ലേന്നില്ല. കുറച്ചൊക്കെ പോയിട്ടുണ്ടാവും, എന്നാലും നമ്മൾ വണ്ടിയിലിരിക്കുമ്പോഴോ അങ്ങനെയൊന്നും ബ്ലഡ് പോയിട്ടില്ല. കുഞ്ഞിന് ബോധം പോവേ അതുപോലെ ഛർദ്ദിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലേന്നില്ല. ഞാൻ അവിടെ എത്തോളം അങ്ങനെ സംസാരിച്ച് പോവേന്നു അവനോട്, തേജുട്ടാന്ന് വിളിച്ച് അങ്ങനെ പോവേന്നു ഞാൻ. പിന്നെ വേഗം ആശുപത്രിയിലെത്തി. ഞങ്ങൾ അടുത്ത് തന്നെയാണ് ഞങ്ങൾക്ക് ആശുപത്രി, മഞ്ചേരി മെഡിക്കൽ കോളേജ് ഞങ്ങൾക്ക് അടുത്ത് തന്നെയാണ്. അപ്പോൾ വേഗം ആശുപത്രിയിലെത്തി. വേഗം തന്നെ OP ഷീറ്റും കാര്യങ്ങളും എടുത്ത് കുട്ടികളെ ഡോക്ടറെ കാണിച്ച ശേഷം പിന്നെ വേഗം എന്താ പറയുക ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. അവിടുന്ന് പിന്നെ ഒരു വേഗം സ്കാനിങ് എടുക്കാൻ വേണ്ടിയിട്ട് CT എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വിട്ടു. പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. എനിക്കറിയില്ല, പോണ വഴി കൂടെ ഒക്കെ ഞാൻ കരഞ്ഞു പോവുകയാണ്. വിളിക്കാത്ത ദൈവങ്ങളുമില്ല, പ്രാർത്ഥിക്കാത്ത, എനിക്കറിയില്ല എന്തൊക്കെയാണ്. ഞാൻ അവിടുന്ന് കുറച്ച് ഭഗവാനെ വിളിച്ചിട്ടുണ്ട്. CT സ്കാൻ എടുക്കുന്ന റൂമിലേക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ. കരഞ്ഞുകൊണ്ടാണ് കയറുന്നത്. ഇവനാണെങ്കിൽ കിടക്കണില്ല. എന്നിട്ട് ഞാൻ പറയും, അവനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നന്ദുമാമൻ്റെ തലയ്ക്ക് തട്ടിയപ്പോൾ നന്ദുമാമൻ ഇങ്ങനെയാണ് കടന്നത്, കരഞ്ഞിട്ടില്ല, അപ്പോൾ അതുപോലെ ഇജ്ജും കരയരുത്, അങ്ങനെ കരഞ്ഞാൽ നന്ദുമാമൻ എന്നെ കളിയാക്കും, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഞാൻ അവനവിടെ കിടത്തുന്നത്. കാരണം സ്കാനിങ് എടുക്കണ്ടേ തലൻ്റെ. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഓക്കെ ആയി കിടന്നു.
പിന്നെ ഞങ്ങൾ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് റിസൾട്ട് പിന്നെ പിറ്റേ ദിവസമേ കിട്ടുള്ളൂ. ഞങ്ങൾ വേഗം പിന്നെ ഇങ്ങോട്ട് പോന്നു, കാഷ്വാലിറ്റിക്ക് തന്നെ പോന്നു. കാഷ്വാലിറ്റിയിൽ പോന്ന ശേഷം പിന്നെ വേഗം മുടി ഇതൊക്കെ ഷേവ് ചെയ്ത് പിന്നെ ഡോക്ടർ വന്ന് സ്റ്റിച്ചിടാൻ നിൽക്കുകയാണ്. ഇവനാണെങ്കിൽ വേദന കൊണ്ട് പെട്ടയ്യാണ്. ഞാൻ കാലാണ് പിടിച്ചിട്ടുള്ളത്, ഏട്ടനാണ് കൈവശം പിടിച്ചിട്ടുള്ളത്. ഞാനാണെങ്കിൽ പിടിച്ചിട്ടുമുണ്ട് കരയണമുണ്ട്. എന്താ കാട്ടണ്ട അറിയണില്ലല്ലോ, കുട്ടി ഇങ്ങനെ കടന്ന് പെട്ടയ്യല്ലേ. എനിക്കിപ്പോൾ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എന്ത് മുറിയും പൊളി ആയാലും കുഴപ്പമില്ല. പക്ഷെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുക പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയൂല കേട്ടോ. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. വേഗം ഡോക്ടർ വേഗം സ്റ്റിച്ചിട്ടു, തരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട്, ചെറിയ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് തരിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നെ വേഗം ഞങ്ങൾ ഒബ്സർവേഷൻ വാർഡിലേക്ക് പോയി. അപ്പം തന്നെ ഏട്ടന് വേഗം സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നില്ലല്ലോ. അപ്പം പിന്നെ വേഗം ഏട്ടൻ വീട്ടിൽ പോയി കൊണ്ട് സാധനങ്ങളൊക്കെ എടുക്കാനും പോയി. പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് നാത്തൂനും ഉണ്ടായിരുന്നു, അതായത് ആങ്ങളേൻ്റെ വൈഫ്, ആങ്ങളേൻ്റെ കുട്ടി ഇവിടെ അഡ്മിറ്റാണ്. അപ്പം അങ്ങനെ ഓരുണ്ടായിരുന്നു. ഏട്ടനാണെങ്കിൽ വീട്ടിലേക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ചേച്ചീനെ ഞാൻ വിളിച്ചു, ചേച്ചി ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഇങ്ങനെ തേജുവിന് ആക്സിഡൻ്റ് ആയിട്ട് വന്നതാണ് പറഞ്ഞു. പിന്നെ ചേച്ചി വന്ന് പിന്നെ അവനീനെ പിന്നെ ഓല റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ കിടത്തിയിട്ടോ. അപ്പം അങ്ങനെ ഓളവിടെ ഉറങ്ങിയിരുന്നു. പിന്നെ ഏട്ടന് സാധനം എടുക്കാൻ പോയ ശേഷം പിന്നെ ഞങ്ങൾ പിന്നെ വാടിക്കാക്കി. അങ്ങനെ ഞാനും കുഞ്ഞും കൂടെ വാർഡിൽ പോയി അവിടെ കിടന്ന് പിന്നെ ഏട്ടന് സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുന്ന ശേഷം പിന്നെ ഞങ്ങൾ ബെഡും കാര്യങ്ങളൊക്കെ വിരിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്നു. പിന്നെ അവിടെ ഉണ്ടായ കുറച്ച് കാഴ്ചകൾ അടുപ്പങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ. 2 ദിവസം പിന്നെ ആശുപത്രിയിൽ അഡ്മിറ്റായി. 3ാമത്തെ ദിവസം പിന്നെ ഡിസ്ചാർജ് ആയിട്ടോ. അങ്ങനെ വീട്ടിലെത്തി, കുഴപ്പമൊന്നുമില്ല. തലയ്ക്ക് ഒരു 8 സ്റ്റിച്ച് ഉണ്ട്, വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഭാഗ്യം കൊണ്ട് ഒരു കുഴപ്പമില്ല. കുട്ടിക്ക് ഇങ്ങനെ പറ്റിയെന്നെനിക്ക് വീട്ടിലേക്ക് വിളിച്ചറിയാൻ പേടിയായി. അതുകൊണ്ട് പിന്നെ ചേച്ചിയാണ് വിളിച്ച് പറഞ്ഞത്, നാത്തൂൻ പറഞ്ഞു, ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ്. എനിക്ക് പേടിയാണ് ഓരോട് പറയാൻ, കാരണം ഇവർക്ക് എന്ത് സംഭവിക്കണമെന്ന് ഓർക്ക് സഹിക്കാൻ കഴിയൂല. പിന്നെ അമ്മയും നന്ദുവും കുട്ടനും എല്ലാവരും വന്ന്, അമ്മ പൂര കരച്ചിൽ, ഞാനും കരയുക. എന്തായാലും ഇപ്പോൾ ഓർക്കുമ്പോൾ അത് പോണില്ല ആ ഒരു കാഴ്ച. ബൈക്ക് വന്ന് ഇടിച്ചതും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ആ ഒരു അപകടം ഉണ്ടായതേ ആ ഒരു ഇത് മതിയല്ലോ, എൻ്റെ കുഞ്ഞ് ഇല്ലാതാവാനിപ്പോൾ ആ ഒരു ഇടി മതി. പക്ഷെ ദൈവത്തിൻ്റെ ഒരു കൈ എവിടെ ഉണ്ടെന്ന് പറയൂലേ, ആ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത്. ചെറിയൊരു പോറലോ മാത്രം ഉള്ളൂ, അത് മാറി ആളും ഓക്കെ ആയി. ഇപ്പോൾ ആളെ പിടിച്ചാൽ കിട്ടണില്ല, അതാണ് അങ്കലവാടിക്ക് പോകാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുടുങ്ങിയത്. കാരണം കൊണ്ടാക്കാൻ പറ്റൂലല്ലോ മാറാതെ. പിന്നെ ഡ്രസ്സ് ഒന്നരാടം കെട്ടിക്കാനും പോവണം. അപ്പോൾ പിന്നെ ഓന് സുഖമായി, അങ്കലവാടിക്ക് പോകണ്ടല്ലോ. എൻ്റെ ജീവിതത്തിലുണ്ടായ ചെറിയൊരു സങ്കടം, വലിയൊരു സങ്കടം എന്ന് തന്നെ പറയാം. അത് ചെറിയൊരു സങ്കടമായി അത് മാറി, അത്രേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് അറിയിച്ചു എന്നുള്ളൂ.